ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കൊറോണ കാലമാണ്, നമ്മൾ ലോക്ക്ഡൗണൊക്കെ പ്രഖ്യാപിച്ച ശേഷം വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പുറത്ത് പോകാനും ഒക്കെ എപ്പോഴും ഇപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചക്കയും മാങ്ങയൊക്കെ വെച്ചിട്ടാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഹെൽത്തിയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചക്കക്കുരുവും ചക്കയുടെ കൂഞ്ഞും കൂടിയുള്ള തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 5-6 ചെറിയ ഉള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചക്കക്കുരുവും ചക്കയുടെ കൂഞ്ഞും വച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സമയത്ത് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കപ്പങ്ങ, ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൂടുതലും നമ്മൾ കറികൾ ഉണ്ടാക്കാൻ നോക്കുക. അതായിരിക്കും നമുക്ക് ഹെൽത്തിനും നല്ലത്. പിന്നെ നമുക്ക് അധികം പുറത്തിറങ്ങേണ്ടിയും വരില്ല. അങ്ങനെ ഉള്ളവർ, അല്ലാത്തവർക്ക് നമുക്ക് പുറത്ത് പോയി വാങ്ങി ഡിപ്പെൻഡ് ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ തണ്ട് കറിവേപ്പില, ഇത്രയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. തോരനുള്ള പാകത്തിനൊന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ കണ്ട ചക്കക്കൂരു ഞാൻ നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്കയുടെ കൂഞ്ഞ് നമുക്ക് തോരന് ആവശ്യമുള്ള ഒരളവിൽ എടുക്കുക, അതനുസരിച്ച് തേങ്ങ എടുക്കുക. ചക്കയുടെ കൂഞ്ഞ് രണ്ടും 2 രീതിയിലാണ് അരിഞ്ഞേക്കണേ. കൂഞ്ഞൊരു സ്ക്വയറായിട്ട് ചെറിയ കഷ്ണമായിട്ടാണ്, ചക്കക്കുരു നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ കുറച്ച് നൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ആദ്യം കൂഞ്ഞിട്ട് കൊടുത്തു. ഒരു പാത്രം വെച്ച ശേഷം ഒരു പാനിലേക്ക് കൂഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് അല്പം ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ പോവാണ്. ഇതിലേക്കിപ്പോൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അത് വേവുന്ന പാകം നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കുക. കറക്റ്റ് വെന്തിട്ടുള്ള ആ ടൈം അറിയാമല്ലോ, ആ ടൈം വരെ അത് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായി വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചതച്ചു വച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരല്പം വെള്ളവും കൂടി വറ്റേണ്ട, അത് കുഴപ്പമില്ല. നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്ന ടൈം കൊണ്ട് ആ വെള്ളവും കൂടി ശരിക്കും വറ്റിക്കോളൂ. അപ്പോൾ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചേക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങ കഴിയുന്നതും നമ്മൾ ഈ തോരനൊക്കെ ചതയ്ക്കുമ്പം വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വല്ലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ തനി നാടൻ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ശരിക്കും അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സമയത്ത്. ഇനി നമുക്ക് ആ കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഉള്ള ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് തന്നെ വേണ്ട, 2 മിനിറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കറിയാം വറ്റൽമുളക്. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റ് ഇങ്ങനെ കടുക് വറുത്ത് ചേർക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ആദ്യം നമ്മൾ കടുക് വറുത്ത് ചിലപ്പോൾ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ എന്നിട്ട് കഷ്ണം എന്നാന്ന് വെച്ചാൽ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല, തോരൻ പ്രിപ്പയർ ചെയ്ത ശേഷം അതിലേക്ക് കടുക് താളിച്ച് ചേർക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കടുക് വറുത്തതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു കൂഞ്ഞി തോരൻ റെഡി ആയിട്ടുണ്ട്.
ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയാണ്. വീട്ടിൽ ചക്കയുള്ളവർ ചക്ക നമ്മളെടുക്കുമ്പോൾ അതിന് ചക്ക പുഴുങ്ങാൻ മാത്രമല്ല അതിൻ്റെ കുരുവും കൂഞ്ഞും ഒക്കെ നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയായി കാണാം. ബൈ ബൈ.